ഒരു എത്തിക്കൽ ഹാക്കർ ആയാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ബഗ് ബൗണ്ടിയെ കുറിച്ചാണ്. ആ പേരിൽ തന്നെ ഉണ്ട് ബൗണ്ടി. നിങ്ങൾക്ക് എന്തോ റിവാർഡ് കിട്ടുകയാണ്. അതായത് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് സ്കീമാണ്. നിങ്ങൾ പല ന്യൂസും കണ്ടിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റിന്റെ ബഗ് കണ്ടുപിടിച്ചതിന് +2 വിദ്യാർത്ഥിക്ക് എത്ര 50 to 70 lakhs ബൗണ്ടി കിട്ടിയിട്ടുണ്ടെന്ന്. അതേപോലെ ഗൂഗിളിന്റെ ബഗ് കണ്ടുപിടിച്ചതിന് ഇത്രയും ലക്ഷം സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീലാൻസ് ആയിട്ട് ഇതുപോലെയുള്ള കമ്പനീസ് എന്ത് ചെയ്യും, പല പ്ലാറ്റ്ഫോം ഉണ്ട്, ബഗ് ക്രൗഡ്, ഹാക്കറോൺ, ഇതിലൊക്കെ ഇവർ ബഗ് ബൗണ്ടി പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഹാക്കേഴ്സിന് ഇത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾക്ക് ആ ഒരു വെബ്സൈറ്റോ അവർ തരുന്ന ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്ത് ശ്രമിക്കാം. എന്തെങ്കിലും ഒരു ബഗ് കിട്ടുകയാണെങ്കിൽ ആ ബഗ് അവർ റിപ്പോർട്ട് ചെയ്ത് അത് ക്രിട്ടിക്കലും ഹൈ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് തിരിച്ചൊരു പേയ്മെന്റ് കിട്ടും. അതാണ് ബൗണ്ടി. നമ്മുടെ ഹാക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡാണ് ബഗ് ബൗണ്ടി പ്രോഗ്രാം ട്രൈ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബഗ് ബൗണ്ടി പ്രോഗ്രാം കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് പല കമ്പനിയും ചെയ്യുന്നത്. ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനെ ഫുൾ ടൈം ആയിട്ട് ഹയർ ചെയ്യണമെങ്കിൽ എല്ലാ മാസം അവർക്ക് ശമ്പളം കൊടുക്കും. അതിന് പകരം ഒക്കേഷനിൽ ഇതുപോലെ ബഗ് ബൗണ്ടി പ്രോഗ്രാം ഇടുകയാണെങ്കിൽ വേൾഡ് വൈഡിൽ എല്ലാവരുടെ സപ്പോർട്ടും കിട്ടും, നമ്മൾക്ക് വേണ്ട ബഗും കിട്ടും, അവർക്ക് വൺ ടൈം പേയ്മെന്റ് കൊടുത്ത കാര്യം നടക്കും. പ്രോപ്പർ പെർമിഷൻ ഇല്ലാതെ ഒരു വെബ്സൈറ്റും ഹാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൗണ്ടി ചോദിക്കാൻ പോയാൽ കിട്ടില്ല. അതിന് അതിൻ്റെതായ മെത്തേഡും പാത്തുമുണ്ട്. സോ ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി.